ഹലോ ബഡീസ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. മടി പിടിച്ചത് മൂലവും തിരക്ക് മൂലമാണ് വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്ന് നമ്മളൊരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ട്രാവൽ വീഡിയോ അല്ലത്. ഇത് നമ്മളൊരു പാർട്ടി ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് പറയുന്നത്. സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ സ്ഥലത്തോട്ട് പോകുന്നതും വഴിയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയും. പക്ഷേ ഇത് നമ്മുടെ ഒരു ടൂർ പാക്കേജ് പോലെയാണ് പോകുന്നത്. നമ്മൾ 20 പേരാണ് ഈ ട്രിപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 2600 രൂപയാണ് ചിലവ് വരുന്നത്. ഫുൾ ചിലവ്, അതായത് നമ്മൾ ഇവിടുന്ന് പോകുന്ന വണ്ടി ചിലവ് അടക്കം, ഫുഡ്, അതേമാതിരി അവിടുത്തെ അക്കോമഡേഷൻ റൂം, പിന്നെ പാർട്ടിയാന്ന് പറഞ്ഞല്ലോ, ചിലർ ലിക്കറൊക്കെ കഴിക്കുക. അപ്പോൾ ലിക്കറിൻ്റെ പൈസ കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് 2600 രൂപ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ റിസോർട്ടിലെ കാഴ്ചകളും അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ്, ആക്ടിവിറ്റീസ്, സ്വിമ്മിംഗ് പൂള്, ട്രക്കിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ കയറുകയാണ്. ഞാൻ കയറിയില്ല ഇതുവരെ. ഇതാണ് നമ്മുടെ സാരഥി ചേട്ടൻ. ഇതാണ് ചേട്ടൻ, കയറിക്കോളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ 60കളിലെ വസന്തവും ന്യൂ ജനറേഷനും തമ്മിലുള്ള ഒരു ട്രിപ്പാണ്. എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓ ഗൈസ്, ഇവൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. റോക്ക് ക്യാമ്പറിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് അറിയാണ്ട് ഞങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ബാല്യം ഗൈസ്. അങ്ങനെ നമ്മളിതാ പറഞ്ഞ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വൺ ഡേക്ക് വേണ്ടിയിട്ട് കൊള്ളാം. കിടില്. ഇവിടെ 3-4 ബായ്മാരുണ്ട്. ബായ്മാർ ആവോ സുനാസാൻ. ഇതാണ് നമ്മുടെ ബായ്മാർ. ഇതാ മേളിലെത്തിയിരിക്കുക. നമ്മുടെ കൂടെ വന്നവർ മേളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. ബാക്കി ഞാൻ റൂമും കാര്യങ്ങളൊക്കെ അകത്ത് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. തമ്പി കീഴറങ്ങ്, തമ്പി കീഴറങ്ങ്, തമ്പി കീഴറങ്ങ് ഗൈസ്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് റൂമൊക്കെ കാണാം. ഇതാണ് റൂമിൻ്റെ അവസ്ഥ. അത് ഇവിടെ 2 പേർക്ക് കിടക്കാമെന്നാണ് തോന്നുന്നത്. ബെഡ് ഉണ്ട് ഇവിടെ 2 പേർക്ക് കിടക്കാവുന്നത്. സോപ്പ്, ചകിരി, ഇതാ ഇവിടെ കബേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ജനല, വിൻഡോ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ബാത്റൂം നമ്മൾ കണ്ടെങ്കിൽ ബാത്റൂമൊക്കെ അടിപൊളിയാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് റൂമാട്ടോ. നമ്മൾ 20 പേർക്കുള്ളത് എടുത്തതുകൊണ്ടാണ് നമുക്ക് ഒരൊറ്റ വലിയൊരു ഹോം വരെ തന്നെ തന്നിരിക്കുന്നത്. വലിയൊരു വീട്ടിലാണ് ഇത്ര റൂമുകൾ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഉണ്ട്. അതേമാതിരിക്ക് ഇത് 4 പേര് കിടക്കുന്ന റൂമാണിത്. 4 പേര് കിടക്കുന്ന റൂമാണ്. ചെക്കന്മാരിവിടെ ഇതൊക്കെ മാറുകയാണ്, ഡ്രസ്സൊക്കെ മാറുകയാണ്. ചിരിച്ചൂടെ? ഇതേ ഇവിടെ നിന്ന് ഇരുന്ന ഒരാൾ തന്നെ. ഇത് നമ്മുടെ വാഷ് ബേസ് കോമൺ ഏരിയ ആണ്. അതേമാതിരി ഇതുണ്ട്. ഇവിടെ ഉണ്ട് ഷിഫ്റ്റ് ഇൻചാർജ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇൻചാർജാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫാനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട റൂമിൽ ഫാൻ ഉണ്ടായില്ല. ഇതെന്താ ഇത് തുറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തുറക്കാൻ പറ്റില്ല, തുറക്കണ്ട. തുറന്നേ രാത്രി തുറന്നല്ലേ എനിക്ക്. ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇത് എല്ലാവർക്കും കൂടിയുള്ള കോമൺ ആയിട്ടുള്ള ബാത്റൂം. ഹീറ്റർ ഉണ്ട്, ചൂടുവെള്ളം ഫുൾ ടൈം ഉണ്ടാവും. ഇനി നമ്മൾ ബാൽക്കണിയിലോട്ടാണ് പോകുന്നത്. ബാൽക്കണിയിലെ കാര്യങ്ങൾ ഇത് പുറത്തു കൂടെ വേണം കേട്ടോ നമ്മൾ പോകാൻ. അത് കിടില സ്ഥലങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓ അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ സൈഡിലൂടെ ഒക്കെ നോക്കിയാൽ നല്ലൊരു കാഴ്ച ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ മേളിലും റൂമുണ്ട്, താഴെ റൂമുണ്ട്, കസേരയുണ്ട്. ഇതാ റൂം. ഇവിടെയൊക്കെ ആരോ സീറ്റ് പിടിച്ചിരിക്കുന്നു നേരത്തെ തന്നെ. ഈ റൂമിൽ ബാത്റൂമൊന്നുമില്ല. ഇതാണ് ഇവിടെ നിന്ന് കാണുമ്പോഴുള്ളൊരു വ്യൂ ഗൈസ്. നമ്മളിതാ ഇവിടെ നിന്നാണ് നീ താഴോട്ട് പൂളിലോട്ടൊക്കെ പോണത്. ഒരു 100 മീറ്ററൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് നടന്നു വന്ന ദൂരമേ ഉള്ളൂ. ഇനി വേറെ റൂമുണ്ട്. ആ ഒരു റൂമും കൂടെ കാണിച്ചു തരാം. മേളിലും റൂമുണ്ട്. ഈ കട്ടിൽ അടുത്ത് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 5 പേര് സുഖമായിട്ട് കിടക്കാം. ഇത് കിടിലൻ റൂമാട്ടോ. ഓക്കെ, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഓ ലൈറ്റ് ഓൺ ആക്കോ, ലൈറ്റ് ഓൺ. ഇത് കിടിലൻ റൂമാണ്.
കൊള്ളാട്ടോ നല്ല. ഇതാണ് നമ്മുടെ സുനാസൻ. നമ്മുടെ കൂടെ ഭായിമാരൊക്കെ ഉണ്ട് കേട്ടോ. ഭായിമാരൊക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. കൊള്ളാം, അടിപൊളി റൂമൊക്കെ തന്നെ. ഇവിടെയും കോമൺ ആയിട്ട് ബാത്റൂം ഉണ്ട്. തുറക്കാൻ പറ്റില്ല, ഇത് ലോക്കാന്ന് തോന്നുന്നു. നമ്മൾ മറ്റേ കീട്ട് തുറക്കണം. ബഡീസ്, അപ്പോൾ ഞാനിതാ ഈ താഴോട്ട് വന്നിരിക്കുകയാണ്. റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സംഭവം ഇതാണ് ഇവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം റിസോർട്ടും റൂമുകളും വില്ലകളും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. 120 130 പേരാണ് ഈ വില്ലയിൽ മൊത്തം, അതായത് ഈ റിസോർട്ടിൽ ഒരു ദിവസം താമസിക്കാൻ പറ്റുന്നത് എന്നാണെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഞാൻ വണ്ടി കുറച്ച് മുകളിലാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ പകൽ സമയത്ത് ഇവിടുത്തെ പൂളും അതേമാതിരിക്ക് ക്യാമ്പ് ഫയർ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ടൈമിൽ 20 പേർക്കൊക്കെ ഇവിടെ ചാടാൻ പറ്റുള്ളൂ. പിന്നെ അതേമാതിരിക്ക് ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ ചാട്ടം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവന് ടൈമിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അതാ ഇവിടെ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടില ഏരിയ ഒക്കെ ഉണ്ട്. അടിമാലി ടൗണാണെന്ന് തോന്നുന്നു ഈ താഴെ കാണുന്നത്. അതേമാതിരിക്ക് ഇവിടെ എന്തോ ഒരു ഡാമാണോയെന്നറിയില്ല, അതോ പുഴയാണോയെന്നറിയില്ല. അവിടെ വെള്ളം ഒലിച്ച് വരുന്നൊരു സംഭവം കാണുന്നുണ്ട്. അതറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ പകലുള്ള ഒരു സംഭവമാണ് കേട്ടോ. പകൽ കാണുന്ന കാഴ്ചകളാണ് ഇതാ ഈ കാണുന്നതൊക്കെ. അതേമാതിരിക്ക് നമുക്ക് 700 രൂപ 800 രൂപയ്ക്കൊക്കെ ഒരു ദിവസം ഫുഡില്ലാണ്ട് സ്റ്റേ ചെയ്യാവുന്ന ഇവിടുത്തെ കുറേ ടെൻറ്റുകളില്ലേ, അതാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ടെൻറ്റുകളുണ്ട്. ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്തുള്ള പാക്കേജൊക്കെ എടുക്കാം. 600 രൂപ 700 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തണുപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ വരുന്നത്. പിന്നെ റൂമിലോട്ടും കൊണ്ടുതരും. ഇത് നമ്മുടെ ക്യാമ്പ് ഫയർ നടക്കുന്ന ഏരിയ ആണ്. ഇത് പകലുള്ള വിഷ്വൽസാണ്. ഇനിയിപ്പോൾ രാത്രി എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വന്നിട്ട് വേണം നോക്കാൻ. ഞാൻ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത ഇവിടുത്തെ വീഡിയോ പൂളെന്ന് പറയുന്നത്. ഇപ്പോൾ പൂളിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ 20 പേർക്കൊക്കെ കയറാം. ഇത് ചെറിയ കുട്ടികൾക്കുള്ള പൂളാണിത്. അതിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പുറത്ത് വലിയവർക്കുള്ള പൂളാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വന്ന് ഇതേമാതിരിക്കൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. പൂളിലൊക്കെ ചാടി വന്നതിന് ശേഷം നമ്മുടെ കലാപരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നമ്മൾ വന്നുകൊണ്ടാണെന്നറിയില്ല, ചെറിയൊരു മഴയൊക്കെ നമുക്ക് കിട്ടി. ഇനി ഫുൾ എൻജോയ്മെൻറ്റ് തന്നെ. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടീച്ചർ ഹാളിലാണ്. നൈറ്റ് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ടീച്ചർ നൈറ്റ്. കാണുന്നില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ താഴത്തെ DJ പാർട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാമ്പ് ഫയറിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് എന്ന് പറയുന്നത്. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് വരുമെന്നൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഇതാണ് ക്യാമ്പ് ഫയർ സെറ്റ്. മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുക്കുമരമേ ഇളക്കുമരമേ. ഗൈസ്, അപ്പോൾ ഫുൾ ഓണായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമായ ഗ്രിൽഡ് ചിക്കൻ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നൈറ്റിലെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെയ്ച്ചോറുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അതേമാതിരി ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. അല്ലാണ്ട് അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ മെനു. ഇതും നമ്മുടെ 2600 രൂപയിൽ പെടുന്നതാണ്. എക്സ്ട്രാ പൈസ ഒന്നും അടയ്ക്കേണ്ട, ഇവിടെ വന്നിട്ട് പെടുന്നത് തന്നെയാണ് കേട്ടോ.
ബഡീസ്. അപ്പോൾ ഇവനാണ് നമ്മുടെ മെയിൻ കുക്ക് എന്ന് പറയുന്നത്. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഗ്രിൽഡ് ചിക്കനിലേക്ക് പോവുകയാണ്. ഗ്രിൽഡ് ചിക്കൻ്റെ ഈ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഞങ്ങളാണ്. പിന്നെ ഗ്രിൽഡ് ചെയ്യാനുള്ള സാമഗ്രികളും എല്ലാം നമ്മുടെ ഈ റിസോർട്ടുകാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ താഴെയല്ല, മേളത്തെ നേരത്തെ കാണിച്ച വീടില്ലേ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രിൽഡ് കൂട്ടുന്നത്. ഇവിടെയും ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മളിപ്പോൾ അടിമാലിയിലെ റിസോർട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം എറണാകുളത്തു നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് 80 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഇവിടെ വെച്ച് നടത്താൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഒരു 2 മണിയോട് കൂടി കിടന്നിട്ട് ഒരു 7 മണിയായപ്പോഴത്തേനും ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് രാവിലെ. ഇനിയിപ്പോൾ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ 2600 രൂപേൻ്റെ ഇൻക്ലൂഡാണ്, അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് അല്ല കേട്ടോ. നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇത് ചായ കുടിക്കാൻ പോകുന്ന അങ്ങോട്ടുള്ള വഴിയാണ്. വളരെ കിടിലമായ ഒരു സുപ്രഭാതമാണ് ഞാൻ നിങ്ങൾക്ക് നേരുന്നത്. ഇവിടെ വന്നാൽ ഇതാണ് നമ്മുടെ ആ കാഴ്ചകൾ. കാണാം, കിടിലം. ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ അവിടെ ക്യാൻറ്റീനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയുള്ളൂ. നൂൽപുട്ടുണ്ട്, അപ്പമുണ്ട്, ഒന്നും കൂടെ ഇട്ടുള്ളൂ. സൗണ്ടൊക്കെ പോയി. രാവിലെ തന്നെ പൊറോട്ട ഉണ്ട്, പിന്നെ കടലക്കറി, മുട്ടക്കറി, ഈ കടലക്കറി, ഈ ചായ എടുത്തോളൂ, അതുണ്ടാവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ടീമിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ സാരഥി. പിന്നെ എന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ശരത്തായിട്ട് എന്തെടുക്കാൻ മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ അക്ഷയ് നമ്മുടെ വീഡിയോകളിൽ പല വീഡിയോകളിലും എൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചന്തു 3 അരുൺ പറഞ്ഞിരുന്നു. അതിൽ ഒരരുണ് ഇതാ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. ഒരരുണ്, രണ്ടാമത്തെ അരുണ്, മൂന്നാമത്തെ അരുൺ കേട്ടോ. ഞാൻ ചെയ്താ 3ാമതുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനിയൊരു സ്ഥലം കൂടി പോകുന്നുണ്ട്. ആ സ്ഥലത്തോടു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ഇവിടെ ആളുണ്ട്. ഇതാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്നുള്ള ഈ ദൃശ്യം എന്ന് പറയുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയാലുള്ള ദൃശ്യം. ഓക്കെ, താഴെ ഞങ്ങൾ വന്ന റോഡാണുള്ളത്. അതിലെ കൂടെയാണ് വന്നത്. ബഡീസ്. അപ്പോൾ ഇതുപോലൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ ആയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇന്നലെ രാത്രി ഒന്നും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടില്ല കേട്ടോ. സോ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിലെ കലാപരിപാടികളും കാഴ്ചകളും എന്നൊക്കെ പറയുന്നത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളൊരു 20 പേരോ അതിൽ കൂടുതലോ ആൾക്കാർ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണിത്. ഞാൻ പറഞ്ഞില്ലേ 2600 ഇത് മൊത്തം ഇൻക്ലൂഡ് ആയിട്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു പൈസയും ചിലവായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ താഴെ ഇവരുടെ നമ്പറും കൂടുതൽ ഡീറ്റെയിൽസും പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്തി വെക്കുന്നത്. നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആണ്. നേരെ ബൈ.